ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന കാണിക്കാമോ? ബി.ജെ.പിക്കാരും കൊടുത്തിട്ടുണ്ടെന്നേ പണം, ഞാനും കൊടുത്തിട്ടുണ്ട് പണം. നോ, ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ടോ? ചോദ്യം അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാനോ നിങ്ങളോ അല്ല, ബി.ജെ.പി കൊടുത്തിട്ടുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പിയുടെ പ്രവർത്തകരോട് CMDRFിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ബി.ജെ.പി എന്ന പാർട്ടി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് എത്തിക്കേണ്ട എയ്ഡ് ബി.ജെ.പി എന്ന സ്റ്റേറ്റ് ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യണം. ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ. ഇത് എന്റെയും കൂടെ സർക്കാരാണ്. ഈ സർക്കാരിന് കിട്ടിയ 1500 കോടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് മാനിപ്പുലേഷൻ ആണ് ചെയ്യുന്നത്? അനിൽകുമാർ പറയുന്നു കേട്ടിട്ട്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. എന്റെ ചോദ്യം 2024 കിട്ടിയ പണം 2 ദ്രുതഗതിയിൽ അല്ലല്ല, അത് എന്റെ പോയിന്റ് അല്ലേ? എന്റെ പോയിന്റ് അല്ലേ? കേൾക്കൂ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് വരുന്ന 104 പേർക്ക് 15 കോടി രൂപ. 104 അല്ല സാർ, 104 അല്ല, തെറ്റാണത്. യെസ്, അനിൽകുമാർ ചോദ്യം ഉണ്ടെങ്കിലോ? ദുരന്തബാധിതരോ? ദുരിതബാധിതരല്ല, 15 ലക്ഷം രൂപ വെച്ച് കൊടുത്തത് 104 പേർക്കാണ് സാർ. വീട് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത് സാർ. അതൊന്നും വീട് വെക്കുന്ന തർക്കമുള്ള കാര്യമല്ല. നിങ്ങൾ അതിലൊന്നും തർക്കിക്കേണ്ട, ഒറ്റ തർക്കമുള്ളൂ. തർക്കം ഇതാണ്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞ് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന കാണിക്കാമോ?